മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. ഞാൻ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. മെൻഷൻ ചെയ്തില്ല, അതിന് പകരം ചോദിക്കേണ്ടവരെ കൊണ്ട് കൃത്യമായിട്ട് ആ പേര് ചോദിപ്പിച്ചു. അതും ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന അവതാരിക അവരൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് കുറച്ചധികം ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ അടുത്തെത്തുകയും രേണുസുതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അവർ നൽകിയ മറുപടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനകത്ത് സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തിയെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവർ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ആ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് സായി ചേട്ടന്റെ പേര് ചോദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് അവിടെ വരുത്തുന്നുണ്ട്. ഇതിനൊരു കാര്യമുണ്ട്, ലക്ഷ്മി നക്ഷത്രയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയെ കൊല്ലം സുധിയുടെ മരണം വെച്ചുകൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് ആദ്യം പഠിപ്പിച്ച വ്യക്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കൊല്ലം സുധിയുടെ മരണശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്മി അവരുടെ ചാനലിൽ ഒരു വ്ലോഗ് ചെയ്തു. കരഞ്ഞു മെഴുകിക്കൊണ്ടായിരുന്നു അന്ന് ആ ഒരു വ്ലോഗ് ചെയ്തത്. അന്ന് അത് അത്യാവശ്യം റീച്ചായി, ആളുകൾ ശ്രദ്ധിച്ചു. അതിനുശേഷം കുറെ വീഡിയോസ് ഈ കൊല്ലം സുധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ചാനലിനകത്ത്. ഏറ്റവും അവസാനമായിട്ട് വന്നത് രേണുസുധിയുടെ ആവശ്യപ്രകാരം കൊല്ലം സുധിയുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഒരു പെർഫ്യൂം ഇവര് ഏതോ ഒരു വിദേശ രാജ്യത്ത് പോവുകയും അവിടെ വെച്ച് അത് തയ്യാറാക്കുകയും രേണുസുധിക്ക് കൊണ്ട് നൽകുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തു. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ധാരാളം വിമർശനങ്ങളാണ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നത്. ഈ പറയുന്ന രേണുസുധി എന്ന് പറയുന്ന വിധവയുടെ ആ ഒരു മാനസികാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ലക്ഷ്മി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ, ഇൻക്ലൂഡിങ് സീക്രട്ട് ഏജന്റ് ഉൾപ്പെടെ ഈ പറയുന്ന ലക്ഷ്മിനെ വലിച്ചീറി ഒട്ടിച്ചു. ആ ടൈമിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വലിച്ചീറി ഒട്ടിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മി പയ്യെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. കാരണം ഇനിയും കൂടുതൽ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ തന്റെ പേര് കൂടുതൽ മോശമാകുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിന്മാറി. എന്നാലും കഴിഞ്ഞ ദിവസം ഈ ലക്ഷ്മിനെ ഇത്തരത്തിലൊരു ബൈറ്റ് നൽകുവാണ്ട് പ്രേരിപ്പിച്ചത് സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ. അദ്ദേഹം ഒരു പ്രഖ്യാപനം, രേണുസുധി തനിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് വന്ന് ഒരു വീഡിയോ ചെയ്തതിന് തൊട്ട് പിന്നാലെ ഒരു പ്രഖ്യാപനം നടത്തി. 48ഓളം വീഡിയോ താൻ രേണുസുധീനെ കണ്ടന്റ് ആക്കി വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ റവന്യൂവിന്റെ ഒരു വിഹിതം രേണുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൈമാറുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ആ തുക അവരുടെ വീട്ടിലെത്തി കൈമാറുകയും ചെയ്തു. അങ്ങനെ കൈമാറിയ ശേഷം അദ്ദേഹം ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ നൽകി. ആ ഒരു ഇന്റർവ്യൂവിനകത്ത് സായി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവരെ ചൊടിപ്പിച്ചത്. എന്തായാലും സായി ചേട്ടൻ പറഞ്ഞ ആ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ, അതിനുള്ള സീനല്ല, അത് ഞാൻ ആദ്യം പറയുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളെ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാറി നിന്നോളൂ. സിജുവിനെ രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണു എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെ അല്ല അവർ ചെയ്ത സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നത് ആരും അറിയരുത്, ഇരു കൈ അറിയരുത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ചില കാര്യങ്ങൾ അറിയിച്ചു തന്നെ ചെയ്യണം ആർക്കും. അപ്പൊ ഇതാണ് ലക്ഷ്മിനെ ചൊടിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ബൈറ്റ് നൽകാട്ട് നിർബന്ധിച്ചത്. ഇതിനകത്ത് ഫസ്റ്റ് ലക്ഷ്മി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും സായി ചേട്ടനാണെങ്കിലും യൂട്യൂബേഴ്സ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ചാനലുകൾ മോണിറ്റൈസ് ആണ്. അന്നേരം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പബ്ലിക്കിനെ അറിയിച്ച് ആ ഒരു വീഡിയോ അല്പം വൈറലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, ആ ഒരു റവന്യൂ, അത് കിട്ടിയാൽ എന്താ നമുക്ക് 3 പേർക്കും പുളിക്കോ? ഇല്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തിന്റെ ചാനൽ വഴിയല്ല വന്ന് പറഞ്ഞത്. ഈ പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ആണ്, മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ചാനൽ. ആ ഒരു ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് രേണുസുധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ന്യൂസുകൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചാനലാണ്. രേണുസുധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഓൺലൈൻ ചാനലുകളിൽ പ്രധാനപ്പെട്ട ഒരു ചാനലാണ്. ഈ ഒരു ചാനലിലാണ് രേണുസുധി ഒരു ഇന്റർവ്യൂ നൽകിയത്. തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് അവര് ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് പറയുന്നത് ഈ ഒരു ചാനലിലൂടെയാണ്. അത്രത്തോളം രേണുസുധിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ചാനൽ, അങ്ങനെയുള്ള ഒരു ചാനലാണ് ഈ സീക്രട്ട് ഏജന്റ് സായി ചേട്ടന്റെ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒരു കണ്ടന്റ് ആക്കാം എന്ന് ഈ
മലയാളി പൊതുസമൂഹത്തിന് ആദ്യമായിട്ട് കാണിച്ചു കൊടുത്ത യൂട്യൂബർ ഈ പറയുന്ന സായി ചേട്ടനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോ അല്ല. നിങ്ങളാണ് ലക്ഷ്മി. നിങ്ങളാണ് കൊല്ലം സുധിയുടെ മരണം വിറ്റ് കണ്ടന്റ് ആക്കാം, അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ കുടുംബത്തെ ഒരു കണ്ടന്റ് ആക്കി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ റീച്ചും പണവും സമ്പാദിക്കാമെന്ന് ഓരോ യൂട്യൂബേഴ്സിനെയും പഠിപ്പിച്ചു കൊടുത്തത്. അല്ല എന്ന് ലക്ഷ്മി ഒരിക്കലും പറയില്ല. കാരണം ലക്ഷ്മിയുടെ ചാനലിനകത്ത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയാണ് ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തത്. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾ അത് ചെയ്യണം. ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വന്നത്, ആ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്തത്, അതിനകത്ത് ഒത്തിരി അധികം കഷ്ടപ്പാടുണ്ട്. അങ്ങനെയുള്ള ഒരു ചാനലിനകത്ത് നിങ്ങളൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി ഇടും. അതേ നിങ്ങളും ചെയ്തിട്ടുള്ളൂ, അതേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ രേണുവിനെ വിമർശിക്കുന്നതിനേക്കാൾ ഉപരി ആ ഒരു സ്ത്രീയോട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിരോധവുമില്ല. അവരുടെ ചില ചെയ്തികൾ, അതിനെയാണ് ഞങ്ങൾ എല്ലാവരും വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ ആ സ്ത്രീയെ മുച്ചൂട് മുടിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. ആ ഒരു ഗണത്തിൽ ഞങ്ങൾ ആരും തന്നെ പേടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കിച്ചുവിനെതിരെ ഒരു വീഡിയോ ചെയ്തു. അതെന്റെ ആ സമയത്തൊരു മാനസിക അവസ്ഥ. കാരണം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസമാണ് ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചത്. ആ ഒരു സഹോദരന്റെ സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്ത കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ആ പയ്യൻ്റെതായിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോ എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു. പക്ഷെ അവനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യമില്ല, അവനെ തച്ച് തകർക്കണമെന്നുള്ള ദുരുദ്ദേശവുമില്ല. പക്ഷെ ഇത്തരം തോന്നിയ ദിവസങ്ങൾ ആര് കാണിച്ചാലും ഞാൻ തുറന്നടിച്ച് സംസാരിക്കും. അതെന്റെ നേച്ചറാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എന്തായാലും ഇതിനെല്ലാം മറുപടിയായിട്ട് നമ്മുടെ സായി ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. എനിക്ക് അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ തുടങ്ങാം. ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം ഓക്കെ. അപ്പം എന്തോ പറയാനുണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാനില്ല. അത് ചിന്തിച്ചതാണ്. അതായത് ഞാൻ എന്ത് പറയണം. ഓക്കെ, ഞാനും രേണു സുധിയെ വെച്ച് കോണ്ടന്റ് ചെയ്തതാണല്ലോ. ഞാൻ ചെയ്ത കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഞാൻ BGM-ഉം കട്ട്സും അങ്ങനത്തെ കുറേ ഇമോഷണൽ BGM-ഉം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്ത ഒരാളാണല്ലോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഉത്തരം പറയാൻ, അല്ലെങ്കിൽ ഉത്തരം പറയണ്ട. എന്തോ ഡബിൾ മൈൻഡിലിരുന്നതാ. പിന്നെ തലയ്ക്ക് എന്തോ പെട്ടെന്ന് അതല്ല സത്യം. അതായത് രേണുസുധിയെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും ചെയ്തത് റിയാക്ഷൻ വീഡിയോ ആണ്. പക്ഷെ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷണൽ വിറ്റ്, അതായത് അവരുടെ മാനസികാവസ്ഥയെ വിറ്റ് കണ്ടന്റ് ആക്കിയ ഒരു സ്ത്രീ നിങ്ങളാണ്. അവരുടെ കണ്ണീരും മറ്റു കാര്യങ്ങളും എല്ലാം വിറ്റ് കണ്ടന്റ് ആക്കുകയായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തത്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളൊരു തുക അവർക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ നല്ല മനസ്സ്. അതേപോലെ ഒരു പ്രവൃത്തിയെ സായിയും കാണിച്ചിട്ടുള്ളൂ. സായിക്ക് അവരെ ആ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ വരുമാനം, അവരെ ഉപയോഗിച്ച് അവരെ കണ്ടന്റ് ആയിട്ട് ചെയ്ത വീഡിയോസിൽ നിന്ന് കിട്ടിയ റവന്യൂവിന്റെ ഒരു വിഹിതം അവർക്ക് നൽകി. അത് തന്നെയാണ് ലക്ഷ്മിയും അന്ന് ചെയ്തത്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി കാണാം. സത്യപ്പുഴ പറയാം എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പൊ ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്താ പറയാ, രേണുവിനെ ചേർത്ത് പിടിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ചേർത്ത് പിടിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് ചെയ്യണം. അത് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ കണ്ട് അറിയിച്ച് ചെയ്തിട്ട് അത് കുറേ വീഡിയോ ആക്കിയിട്ട് ആ സാധനമല്ല ഞാൻ പറഞ്ഞത്.
ഒരു വ്യക്തിയുടെ ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു കാര്യം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ രേണുസുധിയുടെ കേസിൽ എന്താണ് ഉണ്ടായത്? ഫസ്റ്റ് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വന്നത് ഞാൻ കണ്ടത് ഭയങ്കര കരച്ചിലാണ്. അയ്യോ, ഒടുക്കത്തെ കരച്ചിൽ. അതിന് കമൻറ്റ് ബോക്സ് ഫുള്ള് ലക്ഷ്മി നക്ഷത്രയ്ക്കെതിരായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനത് കോണ്ടൻ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് ചോദിച്ചിട്ടുണ്ട്, ആ വ്യക്തിൻ്റെ ഇമോഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് ചാനലിൽ കൊണ്ടുവന്ന് അതൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടായി. അത് ആ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അത് അവരവിടെ പറഞ്ഞു. ഞാനതൊന്നും എടുത്ത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ഇതാണ് തുടക്കം. ലക്ഷ്മി നക്ഷത്രയുടെ തുടക്കം അവിടുന്നാണ്. സുധി കൊല്ലം രേണു സുധി എന്ന് പറഞ്ഞ കോണ്ടന്റിൻ്റെ. അപ്പോൾ ഞാൻ അന്ന് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഈ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരുപാട് പേര്, കൊല്ലം സുധിയായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രയെ പോലെ ബാക്കി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരൊക്കെ അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം സുധീൻ്റെ ഫ്രണ്ട്സാണ്. ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ഇവള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല. സുധിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പം നിന്ന ആളുകളാണ് ഞങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ വന്ന് കരഞ്ഞ് ആളുകളുടെ മുന്നിൽ സെൻറ്റിമെൻറ്റ്സിന് വന്ന് ഇട്ട് കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഇവളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നിട്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു അന്ന്, നിങ്ങൾ എന്തിനു ബ്ലെയിം ചെയ്യണം? നിങ്ങളെ ചാനലുണ്ട്, മോണിറ്റൈസേഷൻ ഓണാക്കി അത് കരഞ്ഞ് അതിന് കാശുണ്ടാക്കി, അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴാണ് അത് വിഷയം. പക്ഷേ ആസ് എൻ കോണ്ടന്റ് ക്രിയേറ്റർ, ആസ് എ യൂട്യൂബർ, അതൊരു കോണ്ടന്റാണ് നിങ്ങൾ ചെയ്തു. എനിക്കതിനപ്പുറം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടിയിരുന്നില്ല. ഇതാണ് കാര്യം. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അതിനൊരു കണ്ടന്റ് ആക്കി നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം സമ്പാദിക്കാമെന്ന് ആദ്യം കാണിച്ചു തന്ന വ്യക്തി ഈ പറയുന്ന ലക്ഷ്മിയാണ്. അതിന് അങ്ങനെ പറയാണ്ടൊരു കാര്യമുണ്ട്. രേണുസുധി ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന സമയത്ത് അനുമോളെ കുറിച്ച് പറഞ്ഞ ഓർക്കുന്നുണ്ട് എല്ലാവരും. അനുമോള് എന്നെ ഒത്തിരി സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം. അങ്ങനെ സാമ്പത്തികമായിട്ട് പലപ്പോഴും അനുമോള് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അനുമോൾ അതൊന്നും ഒരു വീഡിയോ ആയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തില്ല? അത് ആ ഒരു പെൺകുട്ടിയുടെ ക്വാളിറ്റിയാണ്, നിങ്ങൾക്കില്ലാതെ പോയ ക്വാളിറ്റി. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അവരെ വിമർശിച്ചും അനുകൂലിച്ചും പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഇമോഷനെ വിറ്റ് ക്യാഷ് ആക്കിയിട്ടില്ല. റിമെമ്പർ, അവർ കാണിച്ചു കൂട്ടിയ പല തോന്നിവാസങ്ങളെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, നല്ല ശക്തമായിട്ട് അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവരെ അനുകൂലിക്കേണ്ട സിറ്റുവേഷനിൽ ഞങ്ങൾ എല്ലാവരും തന്നെ അനുകൂലിച്ചിട്ടുണ്ട്. അല്ലാതെ അവരുടെ വീട്ടിൽ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളെയെല്ലാം അവരുടെ വീടിനകത്തു കൊണ്ടൊരു ക്യാമറ വെച്ച് കുറെ അധികം BGM-ഉം സെന്റിമെന്റൽ ഡയലോഗുകളും പൂങ്കണ്ണീരും ഒലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരും വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പണം സമ്പാദിച്ചിട്ടില്ല. അവർ ഈ സമൂഹത്തിന് മുന്നിൽ കാണിച്ചിരിക്കുന്ന കുറെ അധികം തെറ്റായ പ്രവണതകളുണ്ട്. അതിനെ ഞങ്ങൾ എല്ലാവരും വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. അത് അതിലാണേലും ഞാനാണേലും മറ്റു പല യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് അവരെ ടാർണിഷ് ചെയ്യാണ്ട് ശ്രമിച്ച പല യൂട്യൂബേഴ്സ് ഉണ്ട്. അതായത് അവരുടെ കുട്ടിയുടെ DNA അതിൽ സംശയം ഉന്നയിച്ച ഒരു യൂട്യൂബർ ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്കൊന്നും ഞാനൊന്നും പോയിട്ടില്ല. എനിക്ക് അതിനോട് താല്പര്യവുമില്ല. ഒരു കുട്ടിയുടെ പിതൃത്വം ചോദ്യം ചെയ്യാണ്ട് പല തന്തയ്ക്കുണ്ടായ ഒരു മകൾക്കേ സാധിക്കത്തുള്ളൂ. ആ ഒരു നിലവാരത്തിലേക്ക് എനിക്ക് തരം താഴാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തു വന്നത്. സോ ബാക്കിയും കൂടി നമുക്കൊന്ന് കാണാം. പക്ഷെ നിങ്ങൾ അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു റീസൺ എന്താ അറിയോ? നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങളവിടെ പോകാൻ പാടില്ല, അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ലോകത്തിന് അറിയിക്കാൻ പാടില്ല എന്നായിരുന്നില്ല. എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇന്ന് കൃത്യമായിട്ട് അറിയാം. ഞാൻ അന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ അവിടെ ചെന്ന് സ്ലോ മോഷനിൽ അവരെ കണ്ണീര് സൂം ചെയ്യുന്നു, 4 ആംഗിളിൽ 4 ക്യാമറ വയ്ക്കുന്നു, അതിനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടാക്കുന്നു, അതിൽ BGM ഇട്ട് തള്ളുന്നു. രേണുസുധി സംസാരിക്കുമ്പോൾ റെഫറൻസ് പോലെ കൊല്ലം സുധിയുടെ മറ്റേ മാല ഇട്ട ഫോട്ടോയുടെ മുകളിലേക്ക് സൂം ചെയ്തു പോകുന്നു. ആ BGM-ന്റെ ഓവർഡോസ്, ആ ഇമോഷന്റെ ഓവർഡോസ്, അത് നിങ്ങൾ സെല് ചെയ്ത രീതി. മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണല്ലോ ചേച്ചി സെല് ചെയ്ത്. അല്ലാതെ ചേച്ചി അത് മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ച് ചെയ്ത പരിപാടിയൊന്നുമില്ലല്ലോ. ആ ചേച്ചി
ഇപ്പൊ വന്നിരുന്നിട്ട് കൊള്ളാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്തും കൂടി കേട്ടിട്ട് പറയാം. അതേപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ മാത്രമാണ് അയാളെ പറ്റി നല്ല കാര്യം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്, ഈ രേണുവിനെ പോയി കണ്ടവര് മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. അത് ഈ ചേച്ചി പോണ ഇനാഗുറേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം ചേച്ചി വരുന്നത്. എന്താ കാര്യം? അതിന് ഉത്തരം എന്ന് പറഞ്ഞുതരൂ. ചേച്ചി പോകുന്ന ഉദ്ഘാടനത്തിനും ചേച്ചി അറ്റൻഡ് ചെയ്യുന്ന പരിപാടികൾക്കും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം വരുന്നു. അവർ കുറച്ച് പെർട്ടിക്കുലർ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു. എന്താ നക്ഷത്ര ചേച്ചി അങ്ങനെ ആയിപ്പോയത്? അതിന് ഉത്തരമുണ്ടോ? അതൊന്ന്. 2, ഒരു പെർട്ടിക്കുലർ ചാനലിലേക്ക് പോകുന്നു എന്ന് ചേച്ചി പറഞ്ഞു. ഈ ചാനലാണ് രേണുസുധിയുടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് എടുത്തിട്ടുള്ളതും ക്ലോസ് ആയി നിൽക്കുന്നതും ആ ചാനലാണ്. ആ ചാനൽ എന്ന് പറഞ്ഞ ആളുകൾ വളരെ വ്യക്തമായിട്ട് രേണുസുധിയുടെ ലൈഫിൽ എന്ത് നടക്കുന്നു നടക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റ് വെക്കുന്നുണ്ട്. രേണുസുധി അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. ഫൈൻ. അപ്പം ആ ചാനലും രേണുസുധിയും തമ്മിൽ സംതിങ് ദേർ എന്തെങ്കിലും കാണുമായിരിക്കും. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് ചേച്ചി എടുത്ത് പറഞ്ഞെങ്കിൽ, ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂസ് വാരി വെതറി കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അതെല്ലാവർക്കും അറിയാം. പിന്നെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് ഒന്നും കാശ് മേടിച്ച് കൊടുക്കുന്ന ഇൻ്റർവ്യൂ അല്ല. നോട്ട് ദ പോയിന്റ്. ഞാൻ എവിടെയും ഒരു ഇൻ്റർവ്യൂവിനും ഇങ്ങോട്ട് കാശ് മേടിച്ചിട്ടില്ല. ഫ്രീ ആയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ പോയിരിക്കാറ്. ബിക്കോസ് ഞാനിവിടെ ബാക്കി ഇൻ്റർവ്യൂ ചാനൽസിൻ്റെ ഒക്കെ കോണ്ടന്റ് എടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു ചാനലിൽ പോയിരിക്കുമ്പോൾ ഞാൻ എന്തിനും കാശ് മേടിക്കേണ്ട ആവശ്യം? ബിക്കോസ് ഞാൻ നാളെ അവരുടെ ഏതെങ്കിലും ഒരു കോണ്ടന്റ് എടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിനാണ് പോക്കുക. അതും കൊല്ലത്തിൽ 2-3 ഇൻ്റർവ്യൂ നിങ്ങൾ എൻ്റെ കണ്ടാലായി, അത്രേ ഉള്ളൂ. എനിക്ക് ഇൻ്റർവ്യൂസ് വരാനായിട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ വരാറുള്ളൂ. ഓരോ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴും ചാനൽ എന്നൊക്കെ വിളിയോ. അതുപോലെ എന്നെ വിളിച്ചൊരു ചാനലാണ് വരും. ഓക്കെ, ഞാൻ ഈ ദിവസം അവിടെ എത്തി എന്നുള്ളത് അവരറിഞ്ഞ്, അത് അവരറിഞ്ഞ രീതി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായപ്പോഴേ ഞാൻ വിചാരിച്ചത് ഓക്കെ, സോ ദേ നീഡ് ദിസ്, എന്നാൽ അത് അവിടെ പോകും. ഞാൻ അവരോട് വളരെ കൃത്യമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് വെറും രേണുസുധി റിലേറ്റഡ് ടോപ്പിക്ക് ചോദിച്ചാൽ ഞാൻ വരില്ല. ഫൈൻ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ആ പർട്ടിക്കുലർ ചാനൽ, ആ ഒരു ചാനലിന് ഒരു പ്രത്യേകത ഉണ്ട്. അവർ ധാരാളം ഇൻസിഡന്റുകൾ കവർ ചെയ്യും. അതായത് മറ്റ് സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കണ്ടന്റ് ആക്കാറുണ്ടെങ്കിൽ പോലും രേണുസുധി ആക്റ്റീവായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ രേണുസുധി ആക്റ്റീവായിട്ട് നിന്ന ഒരു സമയത്ത്, ആ ടൈമിൽ രേണുസുധി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാനലിനകത്ത് രേണുസുധിയെ പറ്റിയുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളും വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം കണ്ട് വെളുപ്പിനെ 2 മണിക്കാണ്ട് രേണുസുധി ചായ കുടിക്കാൻ പോയതിന്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ രേണുസുധിക്ക് ക്യാൻസർ ആണെന്ന് രേണുസുധി ആദ്യമായിട്ട് വന്ന് തുറന്നു പറഞ്ഞത് അവരുടെ യൂട്യൂബ് ചാനൽ വഴിയോ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ ഒന്നും അല്ലായിരുന്നു, ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ചാനൽ വഴിയായിരുന്നു. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു താരത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ ഒരു ചാനൽ നല്ല രീതിക്ക് ഒരു മീഡിയമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സായിയെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റ് രേണുസുധിയുടെ സുഹൃത്തുക്കളെ എല്ലാവരും തന്നെ ഈ പറയുന്ന ചാനൽ ഇന്റർവ്യൂവിന് ക്ഷണിച്ചത്. അതായത് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അത്യാവശ്യം റീച്ച് നേടിയ ഒരു ചാനൽ എന്ന് വേണമെങ്കിൽ തന്നെ അതിനെ വിശേഷിപ്പിക്കാം. രേണുസുധിയുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂസ് പലതും ഭൂരിഭാഗവും വന്നത് ഈ ഒരു ചാനലിനകത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് പോയി ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം, കൊടുത്തിട്ടുണ്ടാകും. ഞാൻ ഇദ്ദേഹത്തിന്റെ ആദ്യമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത്. കാരണം ഇതിനു മുൻപ് സായിച്ചേണ്ട ഒരു ഇന്റർവ്യൂ പോലും ഞാൻ ഒരു ചാനലിനകത്തും കണ്ടിട്ടില്ല. ഇതിനു മുൻപ് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഉള്ള വാസ്തവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശരി, എന്നാ ബൈ.